ആ 89-ൽ നമ്മൾ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത്. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യവും അത്രമാത്രം കഴിവും. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ഷെയ്ഖുന ശംസുല്ലൊന്നും ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ഷംസുല്ലം ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ഷെയ്ഖുന വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ അയാൾ ജീവചരിത്രം എഴുതിയിട്ടില്ല. ആ പുസ്തകത്തിൽ ഇപ്പൊ ജാഥയൊക്കെ നടത്തിയല്ലോ. 2 ജാഥ കഴിഞ്ഞു, ഗംഭീര ജാഥ നടത്തി. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. അപ്പൊ ഞാൻ പറയുന്നത്, അവരെ പുറത്താക്കി. അവർ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത്. നാട്ടിക മുസംസാർ മറ്റൊരു സമ്മേളനം തൃശൂരിൽ പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി 2 സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു, ഭിന്നിപ്പ് ഒഴിവാക്കാൻ. നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ ബഹുമാനായ കാന്തപുരം മാറ്റിവെച്ചില്ല. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു. തകൃതിയായി ഒരിക്കൽ നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമറാക്കൾ എറണാകുളത്തേക്ക്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്. ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല, ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ലല്ലോ. ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്താ